ഒരു ഓണക്കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കർക്കിടകത്തിൻ്റെ വറുതിയുണ്ട്, മഴക്കാലത്തിൻ്റെ കെടുതിയുണ്ട്. എങ്കിലും പൂക്കളോടൊത്ത് ഒരു ഓണക്കാലത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. കൂട്ടായ്മയും സാഹോദര്യവുമാണ് ഓണത്തെ മനോഹരമാക്കുന്നത്. എന്നാൽ കൂട്ടുകാരോ കുടുംബക്കാരോ കൂടപ്പിറപ്പുകളോ ഇല്ലാതെ ഓണത്തെ വരവേൽക്കുന്നവരും നമ്മുടെ ഇടയിൽ അനേകരുണ്ട്. അങ്ങനെ നൂറുകണക്കിന് ഒറ്റപ്പെട്ടു പോയ മക്കളോടുകൂടി ഒരു ഓണം ആഘോഷിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. അപ്പോഴാണ് ഓണം ഒരു സാഹോദര്യമായി, ഒരു കൂട്ടായ്മയായി മാറ്റപ്പെടുന്നത്. പ്രിയമുള്ളവരെ, നൂറോളം ഒറ്റപ്പെട്ടു പോയ കുടുംബങ്ങളെയും വ്യക്തിജീവിതങ്ങളെയും കണ്ടുപിടിച്ച് അവരോടൊപ്പം ഓണം ആഘോഷിക്കുവാൻ, അവരുടെ സന്തോഷത്തിലേക്ക് നമ്മുടെ സന്തോഷം ചേർക്കുവാൻ ആഗ്രഹിക്കുന്നു. സന്മനസ്സുള്ളവർ കൂടെ വരിക, നമുക്ക് ഒരുമിച്ച് നീങ്ങാം. ഒറ്റപ്പെടില്ല എന്ന് ഉറപ്പ് പറയാൻ പറ്റുന്നവർ നമ്മളിൽ ആരാണുള്ളത്? ഒരു പുതിയ വസ്ത്രം, കയ്യിൽ തിരികെ വെക്കാൻ അല്പം പണം, വയറ് നിറച്ച് ഭക്ഷണം, അത്രമാത്രം മതി നമ്മളും അവരുടെ കൂടെ ഉണ്ടെന്ന് അവർക്ക് ബോധ്യം കൊടുക്കാൻ. ഇതൊരു സ്നേഹ കൂട്ടായ്മയാണ്. ഇത് പങ്കുചേരുന്നത് ദൈവാനുഗ്രഹമാണ്.